എന്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഞാൻ വിചാരിച്ചാലേ ഇന്നൊക്കെ ഇല്ലാണ്ടാക്കും. അത് അവള് വിചാരിച്ചാൽ എന്നെ എന്താക്കാനാ അവള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവൾക്ക് അത്രയും ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം. അതെനിക്കൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു രസം കൂടി ഉണ്ട്. ഇത് കൊച്ചി കഴിയാണല്ലോ. ഇവരുടെ ഉമ്മ അവിടുന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഒരു 7 വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങല്ലൂരേക്ക് മാറിയത്. മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ, കൊച്ചിയിലെ പപ്പനന്റെ മുക്കില ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ID പ്രൂഫ് മാത്രം കൊടുത്തിട്ടുള്ളൂ. എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ 1 ഗ്രാം തങ്കത്തിൽ പൊതിന ആഭരണം ഉണ്ടല്ലോ, അതായിരുന്നു. ഇവരെടുക്കുന്നില്ല. 5 പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ ഇല്ലേ, എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത്, അയാളുടെ ജോലി പോയി. ഹായ് ഗൈസ്, നമസ്കാരം. ഒരുപാട് കൺഫ്യൂഷനിൽ അല്ലെങ്കിൽ ഒരുപാട് ചിന്തയിൽ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് ആലോചിച്ച് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. പൊതുവെ ഏത് വീഡിയോ ചെയ്യുമ്പോഴും എന്റെ മനസ്സ് എന്നോട് ചെയ്യാം എന്ന് പറയുന്നതേ ഞാൻ ചെയ്യലുള്ളൂ. ഇല്ലാത്ത കണ്ടന്റുകൾ ഞാൻ എത്രയോ ഒഴിവാക്കിയിട്ടുണ്ട്, എത്രയോ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇത് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഒന്ന്, എനിക്ക് എന്തുകൊണ്ടാണ് മസ്താനീന്റെ ഇങ്ങനെ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നത് എന്നൊരു സാധനം എനിക്ക് പേഴ്സണലി കൺവേ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനത്തെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ വരുന്നത് റൈറ്റ് അല്ല എന്ന് പറയണമെന്നും എനിക്കുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കാണാം. എന്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഞാൻ വിചാരിച്ചാലേ ഇന്നൊക്കെ ഇല്ലാണ്ടാക്കും. അത് അവള് വിചാരിച്ചാൽ എന്നെ എന്താക്കാനാ അവള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവൾക്ക് അത്രയും ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം. അതെനിക്കൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. ഈ ഒരു വീഡിയോയില് മെയിൻ ആയിട്ട് മസ്താനീനെ കുറിച്ച് പറയുന്നത് 2 അലിഗേഷൻ ആണ്. ഇപ്പൊ ഞാൻ പറയാണ്ട് ഈ ടോപ്പിക് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ കാര്യം എന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തെ കാര്യം, മസ്താനീന്റെ ഉപ്പാക്ക് HIV പേഷ്യന്റ് ആയിരുന്നു എന്നും ആ ഉപ്പാക്ക് കൊടുക്കേണ്ട കെയറും കാര്യങ്ങളും ഒന്നും മസ്താനി കൊടുത്തിട്ടില്ല എന്നൊരു അലിഗേഷനും. രണ്ടാമത്തെ ഒരു സാധനം എന്താന്ന് വെച്ചാൽ, മസ്താനീന്റെ ഉമ്മ ഏതോ ഒരു ഷോപ്പിൽ പോയിട്ട് റോൾഡ് ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ചു എന്നും അത് പിന്നെ പിടിക്കുകയും കേസായി എന്നും എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് മാറി അവർ വേറെ ഏതോ നാട്ടിൽ പോയി താമസിച്ചു എന്നുള്ള 2 അലിഗേഷൻസ് ആണ് പറഞ്ഞത്. എനിക്ക് ഈ അലിഗേഷനെ കുറിച്ചിട്ട് ഒരു ഒപ്പീനിയനും പറയാനില്ല. കാരണം ഇത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം എനിക്ക് അറിയില്ല. ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. ഇതിന്റെ 2 സൈഡ് ഉണ്ട്. പക്ഷെ അതിലുപരി എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് കോമൺലി പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ കൺവേ ചെയ്യാനുള്ളത്. ഇനി ബാക്കിയും കൂടെ കാണാം, എന്നിട്ട് എന്റെ അടുത്ത അഭിപ്രായം ഞാൻ പറയാം. നല്ല ജോലി പോയിട്ട് അതുവരെ അങ്ങനെ പിടികിട്ടാണ്ട് ഇരിക്കാൻ വേണ്ടി കൊച്ചിയിൽ മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക്. അങ്ങനെയാണ് ഇവള് മസ്താനി എന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത്. കൊച്ചിയിൽ വരാൻ പറ്റുമല്ലോ ഇരിക്കണം. കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ മുക്കി പണയം വെച്ചിട്ട് പൈസ അങ്ങനെയും പറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മേന്നും ഉമ്മേന്നും ഫീസ് എവിടെയും റിവീൽ ചെയ്യാത്തത്. എനിക്ക് ഇവരോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞത്, എന്റെ ഉമ്മ എന്നുള്ളൊരു പാവം സ്ത്രീയാണ്. ഞങ്ങള് വാപ്പയും ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കൊരു അമ്മായിണ്ട്. എല്ലാം കണക്കാണ്. എന്റെ വാപ്പന്റെ ഫാമിലി, ഇവരുടെ താനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന്ന് ചെറിയ വരുള്ളൂ. മസ്താനിയുടെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതല് തെറി പറയുന്ന. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ ആദ്യം മസ്താനിയുടെ സൈഡ് പിടിച്ചു പറഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഇതിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇതൊരു വിഷയമായത്. കാരണം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയതിനു ശേഷം എത്രയോ കണ്ടസ്റ്റന്റ്സുകൾ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. ഒരു കണ്ടസ്റ്റന്റിനും നേരിടാത്ത അത്രത്തോളം പ്രശ്നങ്ങളാണ് ആര് നേരിടുന്നത്? മസ്താനി. ഈവൻ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, ഇത്രമാത്രം നെഗറ്റീവ് പബ്ലിസിറ്റിയും ഇത്രമാത്രം നെഗറ്റീവ് വീഡിയോ റിയാക്ഷൻസും ഇത്രമാത്രം ട്രോൾ വീഡിയോസും കിട്ടിയിട്ടില്ല വേറൊരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ രേണു സുധി ബിഗ് ബോസ് ഇറങ്ങിയ സമയം ഇത്ര വിപ്ലവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെ മസ്താനിയിൽ ഇത്രത്തോളം വിപ്ലവം വരുന്നു എന്തുകൊണ്ടറിയോ? നിങ്ങൾ കൊടുക്കുന്നതേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടൂ. ഓക്കെ, മസ്താനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും കാലം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നെയാണ്. ഇത്രയും കാലത്തിനിടെ മസ്താനി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല, ഒരു ഡിബേറ്റും ഉണ്ടായിട്ടില്ല, ഒരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല, ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ മസ്താനി ജനങ്ങളുടെ മുമ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്.
സാധാരണ ഒരു ലെസ്ബിയൻ കപ്പിളിനെ നോർമലൈസ് ചെയ്ത് കാണാൻ സാധിക്കാത്ത മസ്താനി, ലെസ്ബിയൻ കപ്പിൾസിനെ വീട്ടിൽ കയറ്റാൻ സാധിക്കാത്ത മസ്താനി, ആ മസ്താനിയുടെ പാസ്റ്റ് ജനങ്ങൾ ചൊറിഞ്ഞ് പുറത്തോട്ടിട്ടു. രേണുസുധീന്റെ ഒരു ഫാൻ പേജിലാണ് വന്നിട്ടുള്ളത്. കാരണം രേണുസുധീനെ രേഷ്മ പി തങ്കച്ചൻ എന്നാ വിളിച്ചേ. മസ്താനിക്കും ഇതിനു മുമ്പ് ഒരു പേരുണ്ടായിരുന്നു. രേണുസുധീൻ ഹസ്ബൻഡിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ പല സാധനങ്ങളും മസ്താനി അതിൽ പറഞ്ഞു. അതാ പറഞ്ഞേ, മസ്താനിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ കാണിച്ചതിന്റെ റിഫ്ലക്ഷനാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങൾ ഈ എന്താ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അഹങ്കാരം പിടിച്ചിട്ടുള്ള ഒരു ലേഡിയാണ് മസ്താനി എന്ന് പറയുന്നത്. ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഈവൻ നിങ്ങൾ ബിഗ് ബോസിന്റെ ഈ ജനങ്ങളുടെ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ചോദിക്കുന്ന മീഡിയക്കാർ ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. അതിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സാധനമാണ് മസ്താനി പോണം, മസ്താനി പോണം, മസ്താനി പോണം എന്നുള്ളത്. കാരണം അത്രത്തോളം ഹെയ്റ്റ് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് നിങ്ങൾ പോണം, നിങ്ങൾ പോണം, നിങ്ങൾ പോണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അവരിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഹെയ്റ്റിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. മേ ബി ഈ പെർട്ടിക്കുലർ വോയിസ് ഇട്ടിട്ടുള്ള ആൾക്ക് അത്രത്തോളം ദേഷ്യം മസ്താനിന്റെ അടുത്തുള്ളത് കൊണ്ടായിരിക്കാം അവരൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതങ്ങ് ഇട്ടത്, ഇതങ്ങ് പബ്ലിക്കായി പോയിട്ടുള്ളത്. അപ്പൊ അതാ പറയുന്നത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നോക്കിയും കണ്ടും ഒക്കെ തന്നെ നിൽക്കേണ്ട ഒരു സ്പേസ് ആണിത്. പറഞ്ഞതുപോലെ ഒരുപാട് പവറും പ്രശസ്തിയും പൈസയും കാര്യങ്ങളും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയ തന്നിട്ടുണ്ടെങ്കിലും ഇതിന് വലിയൊരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. അതും കൂടെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. മസ്താനി ദ ആങ്കർ നോർമലൈസ് ചെയ്യാത്ത ആളെ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതിനെ കുത്തി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ ഇന്റർവ്യൂവും പുതിയ ഇന്റർവ്യൂവും ചേർത്ത് വെച്ചിട്ടുള്ള കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ കാണിക്കാണ്ട്. അതൊക്കെ എന്തായാലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ നമുക്ക് അതിലോട്ടൊന്നും പോകുന്നില്ല. ഈ ഒരു വിഷയത്തിൽ എന്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. എന്റെ അഭിപ്രായവുമായി നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെ എതിർത്താണ് നിൽക്കുന്നെങ്കിൽ അതും കമന്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.